എന്നെ തല്ലി കൊന്നാലും കുഴപ്പമില്ല. അച്ഛൻ പറയുന്നത് തന്നെ എനിക്ക് ഇവനോട് പറയാനുള്ളൂ. പ്രേമത്തിന്റെ പേരിൽ ഇവൻ വല്ല കുഴിയിലും ചെന്ന് വീണ എനിക്കത് കാണാൻ പറ്റില്ല. ഇവരിപ്പോ പറയുന്ന കേട്ടില്ലേ, ഇവൻ അലീന ഫ്രാൻസിസിന് മതി പോലും. എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല. മക്കളെ കേശു, നീയും അലീന ഫ്രാൻസിസുള്ള ഫ്രണ്ട്ഷിപ്പ് ഇല്ലടാ? അത് ശിവയ്ക്ക് ഇഷ്ടമല്ലടാ. നീ അങ്ങ് വിട്ടരേ. നടക്കുന്ന കാര്യം എല്ലാം പറയച്ചേ. എന്താണ് ജിലേബി കൈക്കിട്ടിട്ട് പല്ലുവേദന കാരണം കഴിക്കാൻ പറ്റാത്തത് പോലെ ഇരിക്കുന്നേ? ഒന്നുമില്ലേ, അകത്ത് വന്ന ആളെന്നെ തിന്നാൻ വരും. ഒരു ഫൈറ്റിനുള്ള മൂഡ് ഇപ്പൊ എനിക്കില്ല. എന്താണ് ഒരു ഗൂഢാലോചന? ചേച്ചി ദേവനായിട്ട് കൂടണ്ടോ? ഓ മതി, നിർത്തി. ഇനി ഒരു അടിക്ക് ഞാൻ ഇല്ല. ഇനി ഞാൻ നീ പറഞ്ഞ എല്ലാം കേട്ടോളാവേ. വെരി ഗുഡ്, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അപ്പൊ നിനക്കോ അലീന ഫ്രാൻസിസായിട്ട് ഒരു ബന്ധമില്ല? ഇല്ല. ഉറപ്പ്? ഉറപ്പ്. നിനക്കിത് എവിടുന്ന് കിട്ടി? നിനക്കിത് എവിടുന്ന് കിട്ടി? നിന്റെ ബാഗിൽ നിന്ന് കിട്ടിയതാ. എന്തായാലും നിനക്ക് ഇങ്ങനത്തെ ഒരു സാധനമില്ല. ആരോ ഗിഫ്റ്റ് വന്നേക്കെന്താ? നിനക്ക് അലീന ഫ്രാൻസിസ് അല്ലാതെ ആരാ ഗിഫ്റ്റ് തരാ? എന്തായാലും ഇനി അതിന്റെ ആവശ്യമില്ല, അതവിടെ കിടക്കട്ടെ. പേടിയുണ്ട്, പിന്നെ എന്തിനാ അടികൂടിയേ? അച്ഛാ, ഇവൻ പറഞ്ഞാ ഇനി ഇവനും അലീന ഫ്രാൻസിസായിട്ട് ഒരു ബന്ധമില്ലെന്ന്. അപ്പൊ അവൾ ഇവനും കൊടുത്ത ഗിഫ്റ്റിനെ ചവിട്ടി കൂട്ടി. കള്ളൻ ഇവൻ, പെരും കള്ളൻ. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കൊടുത്തു വെച്ചേക്കാ. അച്ഛാ ഇന്ന് നോക്ക്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് തന്ന ഗിഫ്റ്റാ അവളിപ്പോ ചവിട്ടിക്കൂട്ടി ആറ്റിലിടഞ്ഞേക്കുന്നത്. ഇതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ശിവ, എടുത്ത് ചേട്ടന് കൊടുക്ക്. ഇന്ന് മുതല് അലീന ഫ്രാൻസിസ് നിങ്ങളുടെ രണ്ടുപേരുടെ ഫ്രണ്ടാണ് കേട്ടോ. കേശു എന്ന് പറയണോ? ശിവ, ഞാൻ ശ്രമിക്കാം അച്ഛാ. ആ, നമുക്കേ നാളെ തന്നെ അലീന ഫ്രാൻസിസിനെ ഈ വീട്ടിൽ കൊണ്ടുവരണം. പറ്റില്ല, അത് മാത്രം. വേണ്ട, ഫ്രണ്ടായാൽ മതി. ഒരു കാര്യം ചെയ്യ്, കേശുവിനെ കെട്ടിപ്പിടിക്ക്. പോ, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്ക്. ആ, തിരിച്ചു വിടറാ. അതിന് വയ്ക്കോ. സോറിടാ. പോ, നീ പോ. ഓടാ പോ. നീലു, നീ എനിക്കൊരു ഉഗ്രൻ ചായട്ടുണ്ടോ? കുറെ നേരം ആയില്ലേ? കഴിയാറായില്ലേ? ഞാൻ കഴിഞ്ഞാലും ഇത് കഴിയൂല. ആ, നീ പറഞ്ഞത് ശരിയാണ്. നമുക്കേ ഒരു ജോലിക്കാരി വയ്ക്കാം. എന്ത് ജോലിക്കാരി വയ്ക്കാന്ന് പറഞ്ഞപ്പോ തറപ്പിച്ച് നോക്കണം? ഒന്നുമില്ല, കല്യാണത്തിന് മുമ്പേ പറഞ്ഞ കുറെ വാഗ്ദാനങ്ങൾ ഓർത്തു പോയതാ. എന്തോന്ന് വാഗ്ദാനം? കല്യാണം കഴിഞ്ഞാല് നീലു നമുക്ക് സ്വന്തമായിട്ട് ഒരു 3 നില വീട് വേണം. ഞാൻ പറഞ്ഞു വേണ്ട ബാലു, എന്തിനാ 3 നില വീടൊക്കെ, നമുക്ക് 1 നില പോരെ. പറ്റില്ല, 3 നിലയിൽ തന്നെ താമസിക്കണം. എൻ്റെ നീലു 3 നിലയിൽ തന്നെ താമസിക്കണം. എന്നിട്ട് 1 നില പോലും ഇല്ല സ്വന്തമായിട്ട്. വീടിന് വെക്കാലോ. വെക്കാലോ, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. വേറങ്ങോട്ട് പതുക്കെ വെക്കണം വെക്കുമ്പോ. പിന്നെന്തായിരുന്നു? നീലു, കല്യാണം കഴിഞ്ഞ് ഞാൻ 1 മാസമോ ഇവിടെ ഉണ്ടാവുള്ളൂ. എന്തേ? ഗൾഫിൽ ഈ ഇലക്ട്രോണിക്സിന് ഭയങ്കര സ്കോപ്പാണ്. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോൾ ഗൾഫിലേക്ക് പോവും. പിന്നെ 1 വർഷം കഴിഞ്ഞ് വരും. എന്നിട്ട് ഞാൻ നിന്നെയും കൊണ്ട് പോവും. കൊറേ ഉണ്ട് പറയാൻ. ഞാൻ പറയും, കേൾക്കട്ടെ. മക്കളെ, അച്ഛൻ പറയാണേ, തെങ്ങിന്റെ മോളിൽ കയറിട്ട് അച്ഛൻ പറയണേ അമ്മയോട്, അമ്മ നീലു നീ കല്യാണത്തിന് സമ്മതിച്ചിട്ട് ഞാൻ തെങ്ങിന്റെ മോളിൽ ഇപ്പൊ ചാടും. ഇനി പറയും. പറയട്ടെ. പിന്നെ ഒരു കായ ഉണ്ടായിരുന്നല്ലോ, എന്ത് കായാണത്? ഓർമ്മയുണ്ടല്ലേ? അപ്പൊ പിന്നെ അരളിക്ക കൊണ്ടുവന്ന് കുറെ പറിച്ച് അമ്മയുടെ മുമ്പേ വന്നിട്ട് പറയാ, നീലു നീ കല്യാണത്തിന് സമ്മതിക്കണ്ടോ? പെട്ടെന്ന് കല്യാണത്തിന് സമ്മതിച്ചോ, അല്ലെങ്കിൽ ഞാൻ അരളിക്ക തിന്ന് ചാവുമെന്ന്. പിന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ വീടിന്റെ ഇടവഴിയുടെ അവിടെ വന്നിട്ട് നിന്നിട്ട് പറഞ്ഞില്ലേ, എന്റെ കാലെ പിടിച്ചിട്ട് കരഞ്ഞില്ല നിങ്ങൾ, നീലു കല്യാണത്തിന് സമ്മതിക്കുന്നീലു, നീ സമ്മതിക്കുന്നീലു, അന്ന് രാത്രി ഞാൻ നാട് വിട്ട് പോവേണ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് നിന്റെ ശല്യം ഇനി ഉണ്ടാവില്ല, നിനക്ക് എന്റെ ശല്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പം നീ നെഞ്ചിലടിച്ച് നിലവിളിച്ചിലടി ബാലുമതി എന്ന് പറഞ്ഞടി. നീ പറ.
വേദനിക്കണ്ട ഏ ഓ നീ നോക്കേ പൊട്ടിയിട്ടൊന്നുമില്ലല്ലോ നോക്കട്ടെ മാറ്റി കൈ മാറ്റി തടവട്ടെ കുറവുണ്ടോ പറയാ വേദന മാറിയോ ഇങ്ങോട്ട് നോക്കിയേ ഞാൻ ചുമ്മാ വഴക്കിടുന്നല്ലേ ബാലു ബാലു വഴക്കിടുമ്പോഴുണ്ടല്ലോ ഭയങ്കര ഭംഗിയാ കാണാൻ ഇങ്ങനെ ചുമന്നിട്ടെടുക്കും കൈ അത് വേണ്ട അത് വേണ്ട അത് വിട് വിട് കൈ വിട് കൈ വിട് വിട് എനിക്ക് ജോലിയുണ്ട് വിട് അത് വേണ്ട അയ്യോ അച്ഛൻ അമ്മയ്ക്ക് വീണ്ടും ഭക്ഷണത്തിനായി